സ്വർണ്ണവില മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു. എന്തുകൊണ്ട് ഇന്ത്യ റിയൽ എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ഒരു പുലർച്ചെയും ഈ ഒരു പ്രഭാതവും ഈ പുലരിയും ഒക്കെ. അപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു. കാരണം ഈ സ്വർണ്ണത്തിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മാർക്കറ്റ് തുറന്ന ഉടനെ അങ്ങ് ഉയർന്നു, ഭയങ്കരമായി ഉയർന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് താഴേക്ക് വന്നെങ്കിലും ആ ഉയർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉയർന്നു പോയാലും എത്ര വാങ്ങിയാലും കുറയാൻ വേണ്ടിയിട്ടായിരിക്കും പലരും കരുതുക. കാരണം ഇത് എന്തായാലും ഭാവിയിൽ ഇനിയും ഒരുപാട് ഉയർന്നേക്കും. അതുകൊണ്ട് എത്രമാത്രം കാലം താഴെ വാങ്ങാൻ കിട്ടുമോ അത്രയും കാലം നല്ലത് എന്നുള്ളൊരു ചിന്ത ഈ കാര്യത്തിൽ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രേഡ് ടെൻഷൻ വലിയ രീതിയിൽ ഇപ്പോൾ വന്നേക്കാണ്. അത് എല്ലാ നിലക്കും യൂറോപ്പുമായിട്ടുള്ള അമേരിക്കയുടേതും അതേപോലെ കാനഡ, മെക്സിക്കോ, ചൈന ആ ടെൻഷൻ വീണ്ടും വന്നേക്കാണ്. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ അൺസർട്ടനിറ്റി വീണ്ടും വന്നേക്കാണ്. അത് ഒരു പീസ് ടോക്കിൽ മിനറൽ ഡീല് നടത്തി ഒന്നും ഒരു പീസ് ടോക്കിലേക്ക് എത്തിയില്ല. ആക്രമണങ്ങൾ ഭയങ്കരമായ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ സമാധാനം ഉണ്ടാവട്ടെ എന്ന് എന്തെങ്കിലും പറയുന്നു. ഗോൾഡ് 63,520 ഇപ്പോൾ ഉള്ളത് ഒരു പവന്. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില 2,871, 2,870, 2,868 എത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇന്ന് കേരളത്തിൽ ഒരു 240 രൂപ കൂടാൻ സാധ്യതയുള്ള നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ 0.4% മുകളിൽ ഉയർന്ന് നിൽക്കുന്നത്.